സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മലബാർ ഫിലിം ലൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഷഹന. ദേവദൂതൻ ചരിത്രം സൃഷ്ടിക്കുകയാണ്. രണ്ടാം വാരം 200ഓളം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഒരു സിനിമ 24 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തിയേറ്ററുകളിൽ എത്തുക, ആ തിരിച്ചുവരവിനെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക എന്നതെല്ലാം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകൾ സാക്ഷ്യം വഹിക്കുന്നത് അത്തരമൊരു കാഴ്ചയ്ക്കാണ്. 24 വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ മികച്ച സ്വീകാര്യതയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇതെന്റെ കോളേജാണ്. വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി ഇവിടെ പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവനേക്കാൾ വലിയൊരാൾ തൽക്കാലം എന്റെ കയ്യിലില്ല. ഞാൻ കാണുന്നതിനുമപ്പുറം നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ ആഗ്രഹിച്ചു, ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. സെവൻ ദർശനാണ് അതിനെ ഞങ്ങൾ വിളിച്ചത്. അത് വായിക്കാൻ വടക്കുന്ന ഒരാൾ വന്നു. മഹേഷ് പരസ്പരം സ്നേഹിച്ചു. ഒരുതരം ഡീപ് പാഷൻ. ഇന്നും ആ സപ്തസ്വരമണികളും തുടച്ചുവെച്ച് മാഡം അയാളെ കാത്തിരിക്കുന്നുവെന്ന് ദേവാച്ചന് നന്നായി അറിയാം. ഈ ലോകത്തൊന്നും തന്നെയില്ല. അവന്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ദേവദൂതൻ എന്ന സിനിമ. പരാജയപ്പെട്ട ഒരു സിനിമ 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ചെയ്യുകയും ഇതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നും ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് സിബി മലയിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രം സിനിമ കണ്ട് മടങ്ങും എന്നാണ് കരുതിയത് എന്നും, എന്നാൽ സിനിമയുടെ ബുക്കിംഗ് കണ്ട് ഞെട്ടിപ്പോയി എന്നുമായിരുന്നു സിബി മലയിൽ നടത്തിയ പ്രതികരണം. വലിയൊരു താരനിര തന്നെയുണ്ട് സിനിമയിൽ. മോഹൻലാലിന് പുറമെ വിനീത് കുമാർ, ജയപ്രദ, ജനാർദ്ദനൻ, മുരളി എന്നിവരാണ് സിനിമയിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ റീമാസ്റ്റർ ചെയ്ത പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുന്നത്. റിലീസായ സമയത്ത് പ്രേക്ഷകർ സ്വീകരിക്കാഞ്ഞ ഒരു ചിത്രം ആയിരുന്നു രഘുനാഥ് പല്ലേരിയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ. 2000-ൽ റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ഇപ്പോൾ പലരുടെയും ഇഷ്ടചിത്രങ്ങളിൽ ഒന്നാണ് ദേവദൂതൻ. വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞ ഒരു മനോഹര പ്രണയ ചിത്രമായിരുന്നു അത്. വിശാൽ കൃഷ്ണമൂർത്തി എന്ന നായക കഥാപാത്രമായി മോഹൻലാൽ തിളങ്ങിയപ്പോൾ പ്രശസ്ത ബോളിവുഡ് നടി ജയപ്രദയാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തിയത്. മുരളി, ജഗദീഷ് ശ്രീകുമാർ, ജനാർദ്ദൻ എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ. ജൂലൈ 26-ന് 56 തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച സിനിമ രണ്ടാം ദിവസം 100 തിയേറ്ററുകളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ 100-ൽ നിന്ന് 143 സ്ക്രീനുകളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ശബ്ദമിശ്രണത്തിൽ തികവ് വരുത്തിയും സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടി 34 മിനിറ്റായി ചുരുക്കിയുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയ സിനിമ പോലെ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന പ്രതീതി നൽകി എന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച വിദ്യാസാഗർ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായപ്പെട്ടത്. മോഹൻലാലിന്റെ നായിക തുല്യമായ വേഷത്തിൽ എത്തിയത് ഒരു അന്യഭാഷാ നടിയായിരുന്നു. പേര് വിജയലക്ഷ്മി. നടി അഭിനയിച്ച ഒരേയൊരു മലയാള ചിത്രമായിരുന്നു ദേവദൂതൻ. ചെന്നൈ സ്വദേശിയായ വിജയലക്ഷ്മി തന്റെ 20-ാം വയസ്സിലാണ് സ്നേഹ എന്ന കഥാപാത്രമായി ദേവദൂതനിൽ എത്തിയത്. അന്യഭാഷാ നടിയായിരുന്നിട്ട് കൂടി അതിന്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ കഥാപാത്രത്തെ മികച്ച രീതിയിൽ നടി അവതരിപ്പിക്കുകയും ചെയ്തു. മോഹൻലാലിനൊപ്പം നിരവധി കോമ്പിനേഷൻ സീനുകളിലും നടി ചിത്രത്തിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിലൂടെ എന്നും നമ്മൾ മലയാളി പ്രേക്ഷകർ വിജയലക്ഷ്മിയെ ഓർത്തിരിക്കുകയും ചെയ്യും. അന്നും ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായ പൂവേ പൂവേ പാലപ്പൂവേ, മണമിത്തിരി കരളിൽ തായോ എന്ന ഗാനരംഗത്തും നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്നത് വിജയലക്ഷ്മിയുടെ സ്നേഹ എന്ന കഥാപാത്രത്തെയാണ്. ചെന്നൈയിൽ ജനിച്ച വിജയലക്ഷ്മി പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലായിരുന്നു. നാഗമണ്ഡല എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് വിജയലക്ഷ്മി അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത്. പ്രകാശ് രാജ് നായകനായ ചിത്രത്തിൽ റാണി എന്ന നായിക കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചത്. സിനിമ വലിയ വിജയം നേടുകയും വിജയലക്ഷ്മി പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരവും നടിയെ തേടി എത്തി. സിനിമ വിജയിച്ചതോടെ നിരവധി അവസരങ്ങൾ നടിക്ക് ലഭിക്കാൻ തുടങ്ങി. ജോഡി ഹക്കി, ഭൂമി തായിയ ചൊച്ചല മാഗ തുടങ്ങിയ ചിത്രങ്ങളിലും നടി പിന്നീട് അഭിനയിച്ചു. മുരളി, ദേവ്യാനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പൂന്തോട്ടം എന്ന ചിത്രത്തിലൂടെ നടി തമിഴിലേക്കും തുടക്കം കുറിച്ചു.
മലയാളത്തിൽ വലിയ വിജയം നേടിയ ഫ്രണ്ട്സ് തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ പ്രധാന കഥാപാത്രമായി എത്തിയതും വിജയലക്ഷ്മിയായിരുന്നു. മിലിറ്ററി, യെസ് മാഡം, കലകലപ്പ്, സൂരി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും നടിയെ പിന്നീട് കണ്ടു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ബോസ് എങ്കിര ഭാസ്കരൻ എന്ന ചിത്രത്തിലൂടെ നടി വീണ്ടും തിരിച്ചുവരവ് നടത്തി. പിന്നീട് തമ്പിക്കോട്ടെ, മീസെ മുറുക്ക്, തില്ലാലങ്കിടി തുടങ്ങിയ ചിത്രങ്ങളിലും നടി അഭിനയിച്ചു. നിരവധി ടെലിവിഷൻ സീരിയലുകളിലും നടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ നടി വളരെ വേഗം തന്നെ സിനിമാ ലോകത്ത് നിന്നും അപ്രത്യക്ഷമായി. തൻ്റെ അച്ഛൻ്റെ വേർപാടും വിവാഹബന്ധത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ നടിയെ മാനസികമായും ശാരീരികമായും തളർത്തിയിരുന്നു. സ്വയം ജീവിതം അവസാനിപ്പിക്കുവാനും നടി ശ്രമിച്ചിരുന്നു. കുറച്ചു നാൾക്ക് മുമ്പ് നടി തന്നെ ചതിച്ചവരെയും അപായപ്പെടുത്താൻ ശ്രമിച്ചവരെയും കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. സിനിമാ ലോകത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഒരു സമയത്തെ തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന നടി ഇപ്പോൾ യാതൊരു താരശോഭയും ഇല്ലാതെ ദുരിതപൂർണമായ ജീവിതവുമായി മുന്നോട്ടു പോകുന്നു. മോഹൻലാൽ ചിത്രം ദേവദൂതൻ തിയേറ്ററിൽ എത്തുമ്പോൾ തീർച്ചയായും ഓർക്കേണ്ട മുഖമാണ് നടി വിജയലക്ഷ്മിയുടേത്. കഥയിലെ നായിക ജയപ്രദയെങ്കിലും സ്ക്രീൻ സ്പേസ് കൊണ്ട് അവർക്കൊപ്പം ആ ചിത്രത്തിൽ നായികയായ വിജയലക്ഷ്മി പിന്നീട് ഒരു മലയാള ചിത്രത്തിലും അഭിനയിച്ചില്ല. ദേവദൂതൻ ചിത്രീകരണ വേളയിലൊക്കെ മോഹൻലാൽ നായികയായാണ് വിജയലക്ഷ്മി ചിത്രത്തിലെത്തുക എന്ന ധാരണയുണ്ടായിരുന്നു. ചിത്രീകരണ റിപ്പോർട്ടുകളിലെ ചിത്രങ്ങൾ അത് ഏറെക്കുറെ ഉറപ്പിക്കുന്നത് പോലെയായിരുന്നു. ദേവദൂതന് ശേഷം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേലും മലയാള സിനിമയുമായി വിജയലക്ഷ്മിക്ക് സിനിമാ ബന്ധം പൂർണ്ണമായും നഷ്ടമായി എന്ന് പറയാനാവില്ല. ഫ്രണ്ട്സ് എന്ന ചിത്രം സിദ്ദിഖ് തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ മലയാള സിനിമയിൽ ദിവ്യ ഉണ്ണി ചെയ്ത നായികാവേഷം തമിഴിൽ വിജയലക്ഷ്മിയാണ് ചെയ്തത്, സൂര്യയുടെ നായികയായി. തെങ്കാശിപ്പട്ടണം തെലുങ്കിൽ ഹനുമാൻ ജംഗ്ഷൻ എന്ന പേരിൽ റീമേക്ക് ചെയ്തപ്പോഴും അതിലൊരു നായികയായത് വിജയലക്ഷ്മിയാണ്. ദേവദൂതൻ സിനിമയുടെ സെറ്റിൽ വെച്ച് വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു കുട്ടിയായിരുന്നു അവർ എന്ന് നടൻ വിനീത് കുമാർ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. നിർമ്മല ശ്യാം എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര്. എന്നാൽ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ വേറെ ഒരു സിനിമയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആരാധകർ തന്നെയാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. സിനിമാ മേഖലയെല്ലാം വിട്ട് ഇപ്പോൾ ഒരു കുടുംബിനിയായി ജീവിക്കുകയാണ് ഇവർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ടാണ് നിർമ്മല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നന്ദി അറിയിച്ചിരിക്കുന്നത്. രണ്ടാം വരവിൽ വൻ വരവേൽപ്പാണ് ദേവദൂതന് ലഭിച്ചിരിക്കുന്നത്. 4K ദൃശ്യമികവോടെ റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു. ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനമാണ് ആദ്യ ദിനം മുതൽ ദേവദൂതൻ കാഴ്ചവെക്കുന്നത്. മറ്റൊരു സിനിമയുമായി ഞാൻ വീണ്ടും വരും. ഷഹന, മലബാർ ഫിലിം നൈറ്റ്സ്.